നമസ്കാരം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരച്ചെത്തിയത്. ആ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും വീട് മുഴുവൻ റെയ്ഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായുള്ള സവിശേഷത. അതായത് 1-2 ലക്ഷമല്ല 8 ലക്ഷം ആളുകളാണ് വിവിധ ഏരിയയിൽ കൂടെ അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയത്. ഇതുവരെ ഒരു പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും ഇല്ലാത്ത രൂപത്തിൽ ആണ് ഇത്തവണ ബംഗ്ലാദേശിൽ നടന്ന് നമുക്കറിയാം. നേരത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അവിടെയുള്ള പ്രക്ഷോഭകർ കടന്നു കയറുകയും അവിടെയെല്ലാം അടിച്ച് പൊളിക്കുകയും ഉള്ളതെല്ലാം കൊള്ളയടിക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാം. ഇവിടെ അങ്ങനെയല്ല. 1971 വിമോചന സമരകാലത്ത് പങ്കെടുത്ത പട്ടാളക്കാർക്ക് 30% സംവരണം ജോലിയിൽ ഏർപ്പെടുത്തിയ അവാമി ലീഗിൻ്റെ, അതായത് ഷെയ്ഖ് ഹസീനയുടെ ഓർഡറിൻ്റെ ഉത്തരവിനെതിരെയാണ് പ്രക്ഷോഭകർ രംഗത്തിറങ്ങിയത്. ജമായത്തെ ഇസ്ലാമിൻ്റെയും BNPയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ആദ്യഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നെ ശക്തി പ്രാപിക്കുകയും അത് വൻ പ്രക്ഷോഭമായി മാറുകയും അത് രാജ്യം മുഴുവൻ ചുട്ടരിക്കുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. ഈ പ്രക്ഷോഭകരെ നേരിടാൻ പട്ടാളക്കാരോടും പോലീസിനോടും ശക്തമായ രൂപത്തിൽ ഷെയ്ഖ് ഹസീന ഉത്തരവിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ വെടിവെപ്പുണ്ടാകുകയും ഏകദേശം 180ഓളം പേർ മരിക്കുകയും ഏകദേശം 1000ഓളം പേർ പരിക്കേറ്റ് ഹോസ്പിറ്റലാവുകയും ചെയ്തു. ഇങ്ങനെയൊരു ഭീകരാവസ്ഥ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോലീസിൻ്റെ മേധാവിയെയും കരസേന, വ്യോമസേന, അതേപോലെ നാവികസേനയുടെ മേധാവികളെ വിളിച്ച് ഷെയ്ഖ് ഹസീന വളരെ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞതെങ്കിലും എന്നാൽ ഈ 4 മേധാവികളും ഇതിനെതിരെ നിൽക്കുകയാണ് ചെയ്തത്. തൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന അവരോട് തട്ടിക്കയറിയിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് പ്രക്ഷോഭം വെടിവെച്ച് കൊണ്ടൊന്നും തീരില്ല, വെടിവെച്ച് കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും തീരില്ല. പകരം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഹസീന രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഹസീന രാജിവെക്കാത്ത ഒരു നിവൃത്തിയുമില്ല എന്ന് പട്ടാളം അറിയിച്ചതോടെ 45 മിനിറ്റാണ് സമയം കൊടുത്തത് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ പട്ടാളത്തിൻ്റെ 45 മിനിറ്റ് സമയത്തിനുള്ളിൽ അവർ നേരത്തെ തയ്യാറാക്കി വെച്ച സാധന സാമഗ്രികളുമായി ഹെലികോപ്റ്റർ കയറി ഇന്ത്യയുടെ ത്രിപുരയിലുള്ള അഗർത്തലയിലേക്ക് എത്തുകയായിരുന്നു. അഗർത്തലയിൽ എത്തുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച ഉടനെ ഇന്ത്യൻ വ്യോമ നിരീക്ഷണം കണ്ടെത്തുകയും ഇത് ഷെയ്ഖ് ഹസീനയുടെ ഹെലികോപ്റ്ററാണെന്ന് മനസ്സിലാക്കി അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. അങ്ങനെ സംരക്ഷണത്തോട് കൂടിയിട്ടാണ് അവർ പിന്നീട് അഗർത്തലയിൽ നിന്ന് പ്രത്യേക ഇന്ത്യൻ എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈറ്റിൽ, വ്യോമസേനയുടെ ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ ഹർഡൻ വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ചെയ്തത്. പിന്നീട് പ്രധാനമന്ത്രിയുടെയും കൃത്യമായുള്ള നിരീക്ഷണത്തിൽ പട്ടാളത്തിൻ്റെ സഹായത്തോടുകൂടി അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി. പാർലമെൻറ്റിൽ ഈ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ത്യക്ക് കൂടെ നിന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. നമുക്കറിയാം, ചൈനയും പാകിസ്ഥാനും മാലിദ്വീപും മടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ കൂടെ നിന്ന നേതാവാണ് ഹസീന. അതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും ഇവിടെ പലതരത്തിലും അവർക്ക് സഹായവസ്ത്രങ്ങളുമായി എത്തുമ്പോഴൊക്കെ തന്നെ ഇന്ത്യയോട് മാത്രം മതി ബിസിനസ് കാര്യങ്ങളും നയതന്ത്ര ബന്ധങ്ങളും കൃത്യമായിട്ട് എന്നുള്ള തീരുമാനത്തിലാണ് ഷെയ്ഖ് ഹസീന തീരുമാനമെടുത്തത്. എന്നാൽ അവരൊരു ഏകാധിപതിയായി മാറി. കഴിഞ്ഞ 15 വർഷം കൊണ്ട് അവർ ഏകാധിപതിയായി മാറി. മുജീബ് റഹ്മാൻ്റെ മകളായ, അതായത് മുമ്പ് ഡാക്ക യൂണിവേഴ്സിറ്റിയിലൂടെ വിദ്യാർത്ഥി പ്രക്ഷോഭം നയിച്ച് ഡാക്കയിൽ ഒരു ജനാധിപത്യ ഭരണം കൊണ്ടുവന്ന മുജീബ് റഹ്മാൻ്റെ മകളായ ഷെയ്ഖ് ഹസീന, അവർ മുമ്പ് അവരുടെ പിതാവ് തന്നെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിക്കുന്ന രംഗം നേരിട്ട് കണ്ടിരുന്നു. അന്ന് ഭാഗ്യത്തിന് ഇവിടെ സ്ഥലത്തുണ്ടാവാതിരുന്നുകൊണ്ടാണ് ഒരു സയൻറ്റിസ്റ്റ് കൂടെയായ ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടത്. പിന്നീട് ഭരണം മാറുകയും അവരെ ജനം തിരിച്ചു വിളിക്കുകയും അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന വീണ്ടും ഭരണത്തിലെത്തിയത്. ഭരണത്തിലെത്തിയ ശേഷം 15 വർഷം കഴിഞ്ഞ് വീണ്ടും ഭരണത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ സംവരണത്തിൻ്റെ പേരിൽ അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി കിട്ടിയത്. ജമായത്തെ ഇസ്ലാമി എന്ന സംഘടന ഇന്ത്യക്കെതിരെ പൊരുതുന്ന ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയാണ്. അതേ മാത്രമല്ല അവർക്ക് BNPയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്.
ഷെയ്ഖ് ഹസീന ജയിലിലാക്കിയ ഖാലിദാസിയെ മോചിപ്പിക്കണമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ഖാലിദാസിയെ പ്രക്ഷോഭകരുടെ നിർദ്ദേശപ്രകാരം അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. മാത്രമല്ല, മുമ്പ് ഗ്രാമീൺ ബാങ്ക് ചെയർമാനായിരുന്ന മൈക്രോ ഫിനാൻസ് തുടങ്ങി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ചെറുകിട ലോണുകളുടെ ഉപജ്ഞാതാവായ മുഹമ്മദ് യൂനുസ് ഇനി അവിടെ പ്രസിഡൻ്റായി വരണം, അവിടെ പ്രധാനമന്ത്രിയായി വരണമെന്നുള്ള അവിടെ പ്രക്ഷോഭകരുടെ ആവശ്യം പരിഗണിച്ച് ഇപ്പോൾ പട്ടാളം മുഹമ്മദ് യൂനുസിനോട് ബംഗ്ലാദേശിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയും അത് ആ കാര്യം മുഹമ്മദ് യൂനുസ് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ ഈ കലാപകാരികൾ ജയിലുകൾ തകർക്കുകയും ഹിന്ദു സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് അമ്പലങ്ങളും ഹിന്ദു നേതാക്കന്മാരെയും ആക്രമണം നടത്തി അതിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പല അമ്പലങ്ങളും തല്ലി തകർത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അവിടെ മ്യൂസിഷ്യനായ പേരെടുത്ത ലോകപ്രശസ്തനായ രാഹുൽ ആനന്ദ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ മ്യൂസിഷ്യൻ ഇപ്പോൾ അവിടെ നിന്ന് അവരുടെ ആക്രമണത്തിന് വിധേയമായി എന്നുള്ള വിവരമാണ് വരുന്നത്. അതേപോലെ ചിറ്റോങ്ങിലെ 2 ഹിന്ദു നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള അവാമി ഹിന്ദു നേതാവിന് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടനിൽ സംരക്ഷണം കൊടുക്കാം, അവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്യാമെന്നായിരുന്നു ആദ്യം വന്നതെങ്കിലും ബ്രിട്ടനിൽ തന്നെ വലിയൊരു കലാപം നടക്കുകയാണ്. അവിടെ അവിടുത്തെ വിദേശീയരായ ആളുകളെ അവിടെ നിന്ന് അടിച്ചോടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ പ്രക്ഷോഭം നടക്കുകയും അവിടെ ആ സമയത്ത് 10-30 പേർ കൊല്ലപ്പെടുകയും ചെയ്തൊരവസ്ഥയാണ് ബ്രിട്ടനിലുള്ളത്. ആ സന്ദർഭത്തിൽ ഇപ്പോൾ അവർക്ക് അഭയം നൽകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇതേപോലെ അമേരിക്ക വിസയടക്കം റദ്ദാക്കിക്കൊണ്ട് അവാമി ലീഗ് നേതാവായ ഷെയ്ഖ് ഹസീന ഏകാധിപതിയായിരുന്നെന്നും പ്രതിപക്ഷങ്ങളെല്ലാം ജയിലിലടയ്ക്കുന്ന നേതാവായിരുന്നുവെന്നും ഒരു തരത്തിലും സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അവർക്കെതിരെ പ്രതികരിക്കുകയും മാത്രമല്ല അവരെ വിസ റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി എവിടെ പോകണമെന്ന് അറിയാതെ ഹസീന ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവരുടെ കോടാനുകോടി രൂപ നിക്ഷേപങ്ങളുള്ള ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് അവർ രഹസ്യമായി പോകാനാണ് സാധ്യത. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യക്ക് അവരെ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ. എന്നെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത്തരം ആളുകളെ സംരക്ഷിക്കണമെന്നാണ് ബംഗാൾ BJP പ്രസിഡന്റ് സുമേന്ദ്രു അധികാരി പറഞ്ഞിരിക്കുന്നത്. അതായത് സുമേന്ദ്രു അധികാരി ഇപ്പോൾ BJPയുടെ ബംഗാൾ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കപ്പെടുകയാണ്, ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ പോവുകയാണ്. 1 കോടിയോളം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിലുള്ള ആ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പറയുന്നത്. അഭയാർത്ഥികളായി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് എന്താണോ ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്, എന്താണോ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് അത് പ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സ്റ്റേറ്റിന് ചുറ്റുവട്ടം നിൽക്കുന്ന, അതേ ഇന്ത്യക്ക് ഉള്ളിൽ കയറി നിൽക്കുന്ന ബംഗ്ലാദേശിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ്, പിന്നീട് കടലാണ്. അപ്പം ഈ ബംഗാൾ അത്രയും ഇന്ത്യയുമായി ചേർന്നലിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായതിനാൽ, പ്രത്യേകിച്ച് ഇവിടെ മതിലുകളൊന്നുമില്ല, വേർതിരിച്ചുകൊണ്ടുള്ള അതിർത്തി മതിലുകളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ 4095 കിലോമീറ്റർ ചുറ്റളവിൽ നീളത്തിൽ ഇന്ത്യൻ പട്ടാളത്തെ വിന്യസിച്ചിരിക്കുന്നു. അവിടേക്ക് പ്രധാന പോക്കറ്റുകളിലെല്ലാം തന്നെ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഇത് വലിയൊരു ദോഷം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും BNPയുടെയും നേതൃത്വത്തിലുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇത് എവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും കലാപകാരികളായ അവർ അവിടെ കൊള്ളയടിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ബംഗ്ലാദേശിൽ വരുന്നത്. എന്തായാലും ഇന്ത്യയെപ്പോലെ സുരക്ഷിതമായ രാജ്യത്ത് അതിന് തൊട്ടടുത്ത രാജ്യങ്ങളെല്ലാം, പാകിസ്ഥാനും അതേപോലെ ബംഗ്ലാദേശും ഒരിക്കലും സുരക്ഷിതമായ രാജ്യങ്ങളെല്ലാം പല സമയത്തും പട്ടാളം അധികാരം ഏറ്റെടുക്കുകയും പട്ടാളത്തിൻ്റെ കൺട്രോളിൽ അവിടെ ഭരണം ഏർപ്പെടുത്തുകയും ഈ വിധത്തിൽ ഈ 2 രാജ്യങ്ങളും സുരക്ഷിത സ്ഥാപനങ്ങളല്ല എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് തീർത്ത് പറയുന്ന സംഭവമാണ് ഏറ്റവും പുതിയ ബംഗ്ലാദേശിലെ കലാപം. ഈ കലാപം ഇനിയും കണ്ടിന്യൂ ചെയ്താൽ അത് ഇന്ത്യക്ക് വലിയ ദോഷം ചെയ്യും. മാത്രമല്ല ചൈനയും പാകിസ്ഥാനും അവിടെ അധികാര കേന്ദ്രത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ പോകുന്നു എന്ന് പറയുന്നതും ഈ ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ട് വലിയ കലാപമുണ്ടാക്കാൻ
സാധിക്കുമെന്നുള്ളതിനാലും ഇന്ത്യ ഭയപ്പാടോടുകൂടി തന്നെയാണ് ഓരോ നീക്കങ്ങളും നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഭരണാധികാരികളുമായിട്ട് ചേർന്നുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റുമായിട്ടും ചർച്ച ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണത്തിൽ വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യ ഒരു നയതന്ത്രപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അജിത് ഡോവലാണ് ഇന്ത്യയിലെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിൽ ഇവർ വന്നതു മുതൽ എല്ലാ സുരക്ഷിതമായ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹം നേരിട്ട് നോക്കി നടത്തുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ജയശങ്കർ വിദേശകാര്യമന്ത്രി ഈ കാര്യത്തിലെല്ലാം വളരെ ശക്തമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായി ബംഗ്ലാദേശിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇന്ത്യ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ബംഗ്ലാദേശിലുണ്ടായ കലാപം എന്ന് തീർത്ത് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം. Thank you.